പ്രഭാത നടത്തത്തിനും വ്യായാമത്തിനുമായി കലൂർ സ്റ്റേഡിയത്തിനോട് ചേർന്ന് തയ്യാറാക്കിയ പബ്ലിക് ജിം സംരക്ഷിക്കാതെ അധികൃതർ. ജിമ്മിന്റെ പ്രവർത്തനങ്ങളും നവീകരണവും ആര് നടത്തുമെന്ന അനിശ്ചിതത്വത്തിലാണ് GCDAയും ആരോഗ്യവകുപ്പും. 2019-2020 ബജറ്റിലെ പദ്ധതി പ്രകാരം ആരോഗ്യവകുപ്പും GCDAയും ചേർന്നാണ് ജിം തുറന്നത്. 5 ലക്ഷത്തിലേറെ തുക ചെലവഴിച്ച് 11 ഉപകരണങ്ങളാണ് ഇവിടെ എത്തിച്ചത്. എന്നാൽ ഈ ഉപകരണങ്ങളുടെ എല്ലാം മെയിൻ്റനൻസ് ഇപ്പോൾ ഇവിടെ എത്തുന്നവർ തന്നെയാണ് നിർവഹിക്കുന്നത്. പിന്നെ ഇതിലുള്ളതിൽ മിക്കതും വർക്കിംഗ് അല്ല. അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ് പലവട്ടം പറഞ്ഞിട്ടും ഒരു പ്രാവശ്യം ഇത്തിരി ഗ്രീസ് ഓയിലൊക്കെ കിട്ടിയെന്ന് പിന്നെ ചെയ്തു തരില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്ത് അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ റിപ്പയർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇവർ GCDA ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെയ്തു തന്നില്ല. വ്യായാമത്തിനെത്തുന്നവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് മേൽക്കൂര വേണമെന്നുള്ളത്. പലതവണ ആവശ്യങ്ങൾ അറിയിച്ചിട്ടും GCDAയുടെ ഭാഗത്ത് നിന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വർഷക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു മേൽക്കൂര പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ GCDA ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ GCDAയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ളൊരു റിപ്ലൈ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്നാളും നാളെ ആകുമെന്നും പറഞ്ഞ് അങ്ങനെ പോണേല്ലാണ്ട് നമുക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ജിം പ്രവർത്തിക്കുന്നത് GCDAയുടെ സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആരോഗ്യവകുപ്പമാണ്. ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഇവിടെ മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് എന്ന് വ്യക്തതയില്ലാത്തതും പരിപാലനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജിമ്മിൻ്റെ സ്ഥലം അലോട്ട് ചെയ്തേക്കുന്നത് GCDA ആണ്, പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാരാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവരുടെ ഒരു കൺഫ്യൂഷൻ. നമുക്ക് അന്വേഷിച്ചിട്ട് GCDAക്കും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല, ഹെൽത്തിനും അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. ഉപകരണങ്ങളുടെ കുറവും സ്ഥലപരിമിതിയും മറ്റൊരു പ്രശ്നമാണ്. അന്താരാഷ്ട്ര മത്സരത്തിന് മുന്നോടിയായി സ്റ്റേഡിയം നവീകരിക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് ജിം മാറ്റിത്തരണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇപ്പോൾ പുതിയ അന്താരാഷ്ട്ര കളി ഇവിടെ വരാൻ പോകുന്നുണ്ട്, സ്റ്റേഡിയം നവീകരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ജിമ്മും കൂടെ നവീകരിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഇംപ്ലിമെൻറ്റ് കൂടെ നടത്തണമെന്നാണ് ഞങ്ങളുടെ കൂട്ടായൊരു തീരുമാനം. ആരോഗ്യ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതി, പക്ഷേ സംരക്ഷിക്കാൻ ആളില്ല. ഇതുപോലുള്ള പദ്ധതികൾ നിലനിൽക്കണമെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും അത്യാവശ്യമാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അരവിന്ദിനൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ TV, കൊച്ചി.